എന്തിനാ ഈ നിക്കറ് തയ്ക്കുന്നേ? നിനക്കിടാൻ. കീറി തയ്ച്ചതേ ഞാനിടില്ല. അതെന്താ? എനിക്ക് കുറച്ചില്ല. കൂട്ടുകാരെ എന്നെ കളിയാക്കും. ഇന്ന് ഞായറാഴ്ചയല്ലേ, സ്കൂളിൽ പോകണ്ടല്ലോ നിനക്ക്. എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോകണം. ഈ കീറിയ നിക്കറ് ഇട്ടുകൊണ്ട് വിക്കറ്റ് കീപ്പ് ചെയ്യാൻ ഇങ്ങനെ ഇരുന്നാലേ. നീ എന്താടായി കാട്ടിയത്? ഇപ്പോൾ ഈ തോർത്തും കീറിയില്ലേ? വലിയ തുണിക്കടയിലല്ലേ ചേച്ചിക്ക് ജോലി? ഒരു നല്ല നിക്കർ എനിക്ക് വാങ്ങിച്ചു തന്നൂടെ? രാജൻകുട്ടിക്ക് എത്ര തരം ഡ്രസ്, ഏതെല്ലാം നിറത്തില്. എടാ, രാജൻകുട്ടിയുടെ അച്ഛനെ വലിയ വക്കീല. നിന്റെ അച്ഛൻ സുഖമില്ലാണ്ട് കിടപ്പില്ല. അത് ഓർത്തോളൂ നീ. ഞാൻ ഓർത്തോളാം. പക്ഷേ കൂട്ടുകാര് കളിയാക്കുമല്ലോ. അവന്റെ ഒരു കൊച്ചുവർത്താനം കേട്ടില്ലേ? കൊച്ചുവർത്താനൊന്നുമല്ല, എനിക്ക് പുതിയ നിക്കർ വേണം. നിനക്ക് വേണം? അവിടെ നിൽക്കാൻ പറഞ്ഞത്. ഡോർ നോക്കി ചെയ്തിട്ട് വേണ്ട അകത്ത് കിടക്കാൻ, അതറിയില്ലേ? സോറി സാർ, വല്ലാത്തൊരു തലവേദന. ഇവിടെ എത്തിയപ്പോൾ തലകറക്കം വന്നു. നോക്ക് ചെയ്യാൻ മറന്നുപോയി. എനിക്ക് വീട്ടിലേക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട്. ഒടുക്കത്തെ ഒരു തലവേദന. പോ, എവിടെയെങ്കിലും പോയി തൊലി. വാസു, സാറിനെ വിളിച്ചോ? ആരെയും അകത്തേക്ക് വിടരുന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേടാ? അത്യാവശ്യം വന്നപ്പോ ഞാനൊന്ന് മൂത്രം ഒഴിക്കാൻ പോയി. എനിക്ക് മൂത്രം വരാൻ കണ്ട ഒരു നേരവും അവർക്ക് കയറി വരാൻ കണ്ട ഒരു നേരം. പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക് കിട്ടേണ്ടത് കിട്ടി. എന്തു പറ്റി വാസു? ഒന്നുമില്ല. പിന്നെ നിനക്ക് അവള് തടവുന്നേ? മാത്തച്ഛ സാർ ഒന്ന് അടിച്ചു. നാണമില്ലല്ലോ. വാസ്തവം, മാത്തച്ഛന് നാണമില്ല. മാത്തച്ഛനല്ല, തനിക്കാ നാണമില്ലാത്ത. അടിയും വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നു. പിന്നെന്താ, ഞാൻ അവിടെ തന്നെ നിൽക്കണോ? നിന്നാ ഇനിയും കിട്ടിയല്ലേ അടി? ഇങ്ങേർക്ക് എന്തറിയാൻ? ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. അയ്യോ, ചോദിക്കണ്ട സാർ. ചോദിച്ചാലെന്താ? അല്ല, ചോദിച്ചാലും ഒന്നുമില്ല. മാത്തച്ഛ സാറിനെ പിടിച്ച് പുറത്താക്കും, ഞാൻ തെരുവിലാവും. പിന്നെ നിങ്ങളുടെ വെയിലത്തിറങ്ങി കുടി പിടിക്കാനൊന്നും എനിക്ക് വയ്യ. അതുകൊണ്ടാ. തന്റെയൊക്കെ ശരീരത്തെ കൂടെ ഓടുന്നത് മനുഷ്യരക്തമാണോടോ? എന്തോ? നീ എന്താടാ ഇവിടെ ഇരിക്കുന്നേ? ഞാൻ ചേച്ചിയും കാത്തിരിക്കുക. എന്തിന്? അച്ഛന് സുഖക്കേട് കൂടി. അച്ഛാ, എന്താ അമ്മേ, എന്ത് പറ്റി? പെട്ടെന്ന് കൈയും കാലും തണുത്തുപോയി മോളെ. അയ്യോ അച്ഛാ. മോളെ, അച്ഛൻ ഉറങ്ങുക. ഡോക്ടർ വന്ന് കുത്തിവെച്ചു. മോളിങ് വന്നേ, ഞാനൊരു കാര്യം പറയട്ടെ. മോളെ അച്ഛന്റെ കാലം തിരുമ്മി കൊടുത്തേ. മോളെ, ഡോക്ടർ മരുന്നിന് കുറിച്ച് തന്നിട്ടുണ്ട്. കടയിൽ ചോദിച്ചപ്പോ 10-60 രൂപയാകുമെന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ എവിടുന്നാ കാശ്? തികയില്ലല്ലോ അമ്മേ. പിന്നെ എന്തു ചെയ്യും? മരുന്നുടനെ കൊടുക്കുകയും വേണം. വഴിയുണ്ടാക്കാം. എവിടെ പോകാനാ? ശാലിനിയോട് ചോദിച്ചു നോക്കട്ടെ. വാ മോളെ. എങ്ങനെയുണ്ട് ശാലിനി? നീ എന്തിനാ ബുദ്ധിമുട്ടിയത്? എനിക്ക് കൂടുതലൊന്നുമില്ല. 104 പനി. അത്രയ്ക്കൊന്നുമില്ല. അമ്മേ, സുകുമാരിക്ക് കാപ്പി കൊടുക്ക്. ശരി. അയ്യോ വേണ്ട, അമ്മ കാത്തിരിക്കും. ഞാൻ പോട്ടെ. വേഗം സുഖാവും, പേടിക്കണ്ട. ശാലിനി, ഈ അവസ്ഥയിൽ നിന്നോട് ഞാൻ എങ്ങനെ കടം ചോദിക്കും?
മാത്തച്ചായ ഭയപ്പെടുന്നത്? ഇത് നമ്മുടെ സ്ഥലമല്ലല്ലോ. എന്നാലും ഓ, ഈ മാത്തച്ചായന്റെ ഒരു പേടി. ഈ നാട്ടിൽ നമ്മൾ അറിയുന്നവരാരും കാണില്ല. കമാൺ. ഊണ് കഴിച്ചോണ്ടിരുന്നപ്പോ നന്ദൻ തന്നോട് എന്തോ പറയുന്ന കേട്ടല്ലോ. അച്ഛന്റെ അസുഖത്തെ പറ്റി ചോദിക്കായിരുന്നു. നന്ദൻ തന്നോട് എന്തോ ഉണ്ട്. അന്ന് മാത്തച്ഛനോട് റെക്കമെൻഡ് ചെയ്തപ്പോഴേ എനിക്ക് തോന്നിയതാ. വെറുതെ അപവാദം പറഞ്ഞുണ്ടാക്കരുത് കേട്ടോ. ഒരു മോട്ടോർ ബൈക്കാരനെ കൊണ്ടുള്ള കുഴപ്പം തീർന്നതേ ഉള്ളൂ. ആ മോട്ടോർ ബൈക്കിനെ പിന്നെ കണ്ടില്ലേ? ഇല്ല. ആള് ജീവനോടെ ഉണ്ടോ? ആർക്കറിയാം. പാവം, സുകുമാരിക്ക് വേണ്ടി ഒരു കാമുകൻ വീരമൃത്യു അടഞ്ഞോ എന്തോ. ഒന്നും മിണ്ടാതിരിക്കൂടി. ഈ വഴി വന്നപ്പം സുകുമാരന്റെ വീട് വിടാൻ അറിഞ്ഞു. വെറുതെ ഒന്ന് കയറിക്കളയാൻ തോന്നി. എന്ത് പുസ്തകമാണ്? ഒരു നോവൽ. ഇങ്ങോട്ട് കയറിയിരിക്കാം. ഇരിക്കൂ. നോവൽ വായിക്കാൻ ഇഷ്ടമാണല്ലേ? അതെ. ആരാ മോളെ? ഞങ്ങളുടെ കടയിലുള്ള ആളാ, നന്ദകുമാർ. എന്റെ അമ്മയാ. ഇരിക്കെ. മോളകത്തേക്ക് ഇന്ന് കുറച്ച് കാപ്പി ഇടി. ഓ, അയ്യോ, കാപ്പിയൊന്നും വേണ്ടായിരുന്നു. അങ്ങനെയല്ല, ആദ്യമായിട്ട് വന്നതല്ലേ, കാപ്പി കുടിക്കണം. ഞാൻ കാപ്പിയും ചായയൊന്നും അധികം കുടിക്കാറില്ല. പിന്നെ അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ കഴിക്കാം. സാർ എവിടെ ഉള്ളതാ? ആ, എന്നെ സാറെന്ന് വിളിച്ചാൽ ഞാൻ ഇപ്പൊ ഇറങ്ങിപ്പോവും. അയ്യോ, ഇരിക്കെ. പിന്നെ എന്താ വിളിക്കേണ്ടത്? നന്ദനെന്ന് വിളിച്ചാൽ മതി. ശരി. വീട് എവിടെയാന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങ് വടക്ക, കണ്ണൂര്. വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ. ഇവിടെ സ്റ്റേഷന്റെ അടുത്തൊരു വാടക വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. തനിച്ചോ? അതെ. അപ്പോ നന്ദന് കല്യാണമൊന്നും ആയില്ലേ? ആ വഴിക്ക് ഇതേവരെ ആലോചിച്ചിട്ടില്ല. അമ്മയ്ക്കൊന്നും മിണ്ടാതിരുന്നോടെ. പോലീസുകാരെ പോലെയാണല്ലോ അമ്മയുടെ ചോദ്യം ചെയ്യല്. അതിനെന്താടി, വീട്ടിൽ വരുന്നവരോട് എന്തെങ്കിലും ലോഹ്യം പറയണ്ടേ? ആ, ഇറങ്ങുന്നതിന് മുമ്പ് അച്ഛനെ ഒന്ന് കണ്ടേളെ. എന്നാ വരും. ദേ, സുകുമാരിയുടെ ജോലി ചെയ്യുന്ന ആളാ. ഇപ്പോ എങ്ങനെയുണ്ട്? മോളിൽ നിന്നുള്ള വിളിയും കാത്ത് കഴിയ. അമ്മാവൻ അങ്ങനെ ഒന്നും പറയരുത്. അസുഖം എല്ലാവർക്കും വരാവുന്നല്ലേ. എന്നെപ്പോലെയോ? കഴിഞ്ഞ 4 വർഷമായി ഞാൻ ഈ കിടപ്പ് തുടങ്ങിയിട്ട്. കെട്ടിടം പണിയായിരുന്നു ജോലി. ഒരു ദിവസം മോന്തായത്തു നിന്ന് വീണു. നട്ടെല്ലിനാ പരിക്ക്. കയ്യും കാലും തളർന്ന് നടക്കാൻ വയ്യാതെയായി. ഇങ്ങനെ കിടക്കുന്നതിലും ഭേദം മരിക്കുന്നതല്ലേ. നന്ദനൊന്നും വിചാരിക്കണ്ട. ഇപ്പൊ കുറെ നാളെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. സാരമില്ലമ്മേ, കിടപ്പിലായപ്പോ ആരും ഇങ്ങനെയൊക്കെ പറയും. നിനക്കെങ്കിലും എന്റെ വേദന മനസ്സിലാവുന്നുണ്ടല്ലോ. ആരെങ്കിലും വർത്തമാനം പറയാനുണ്ടെങ്കിൽ വലിയ വിഷമം തോന്നിയില്ല. അമ്മാവന് വിരോധമില്ലെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇങ്ങോട്ട് വരാം. എനിക്ക് വിരോധമോ? അസലായി. സമയം കിട്ടുമ്പോഴൊക്കെ കുഞ്ഞു വരണം. വരാം. എന്നാ ഞാൻ പോട്ടെ. കാപ്പി കുടിച്ചു. വന്ന പാടെ അമ്മ നിർബന്ധിച്ചു. അവൾ അങ്ങനെയാണ്.
ഞാൻ കിടന്നു പോയത് കൊണ്ടുള്ള കുറവ് അവളുള്ളത് കൊണ്ട് ആരും അറിയുന്നില്ല. നന്ദൻ അറിയോ? അവള് ഇപ്പോഴും മണ്ണ് ചുമക്കാൻ പോകും. ഒന്നും മിണ്ടാതിരിക്കും. അതൊക്കെ ഒരു തമാശ പറയുന്നതാ. സുകുമാരിയുടെ ശമ്പളം കൊണ്ടാ ഞങ്ങൾ കഴിയുന്നത്. ശരി, എന്നാ ഞാൻ പിന്നെ വരാം. അച്ഛൻ കഞ്ഞി മുഴുവൻ കുടിച്ചോ മോളെ? കുടിച്ചു. നീയും ചോറുണ്ട്. ആ നന്ദൻ എന്തിനാ മോളെ വന്നത്? ആരാ ചേച്ചി നന്ദൻ? നിനക്കറിഞ്ഞിട്ട് എന്ത് വേണം? സിനിമാക്കാരനെ പോലെ ഒരാൾ ഇവിടെ വന്നിരുന്നെന്ന് ആ രാജൻകുട്ടി പറഞ്ഞു. അയാളാണോ നന്ദൻ? സിനിമാക്കാരനാണോ? എന്തൊക്കെയാണ് നിനക്കറിയേണ്ടത്? എന്നെയും സിനിമയിൽ എടുക്കുമോന്ന് അറിയാനാ. പോടാ അവിടുന്ന്. 4 അക്ഷരം കൂട്ടി വായിക്കാൻ അറിയില്ല. അതിന് മുമ്പേ തുടങ്ങിയവന് സിനിമാ പ്രാന്ത്. കയ്യും കാലം കഴിയിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കടാ. കാലത്ത് നേരത്തെ എഴുന്നേറ്റില്ലെങ്കിലേ നിന്റെ തോല് ഞാൻ ഉരിക്കും. ഒരു സിനിമയോ കാണിക്കില്ല. സിനിമാക്കാരനെയും കാണരുതോ? ഈ ഞായറാഴ്ച നിന്നെ ഞാൻ സിനിമയ്ക്ക് കൊണ്ടുപോകാം. തീർച്ചയാണോ? തീർച്ച. താങ്ക് യു ചേച്ചി, താങ്ക് യു. തേങ്ങാക്കൊല കിടന്നുറങ്ങടാ. കണ്ടിട്ട് കൊള്ളാവുന്ന കുടുംബത്തിലാണെന്നാ തോന്നുന്നത്. നല്ല സ്നേഹമുള്ള പെരുമാറ്റം. അച്ഛനും അയാളെ വളരെ ഇഷ്ടമായെന്ന് തോന്നുന്നു. അമ്മ എന്തിനാ ഇപ്പൊ ഇതൊക്കെ പറയുന്നത്? ഞാൻ ഓരോന്ന് ആലോചിക്കുക. ഈ മേടത്തില് നിനക്ക് 23 വയസ്സ് തികയും. എത്ര കാലം നീ ഞാൻ നിൽക്കുക? നീ മാത്രമല്ലല്ലോ, നിന്റെ താഴെ ഒന്നില്ലേ? ഒരാൺതുണി ഉണ്ടായാലേ എല്ലാവർക്കും നല്ല. പുരാണം പറഞ്ഞുകൊണ്ടിരിക്കാതെ അമ്മ ചോറ് വിളമ്പിയുണ്ണ. സുമാരി, സുമാരിയോട് എനിക്കെല്ലാം സംസാരിക്കാനുണ്ട്. എന്നാ ഞാൻ പോയേക്കാം. എന്താ പറയാനുള്ളത്? വരൂ, നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ പോയി സംസാരിക്കാം. ഹോട്ടലിലോ? അത് വേണ്ട, ഇവിടെ നിന്ന് പറഞ്ഞ പോരെ? പോരാ, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. വരൂ പ്ലീസ്, വരൂന്നേ. കമാ. ഇരിക്കൂ. കുറച്ച് കഴിഞ്ഞു വരും. എന്താ പറയാനുള്ളത്? വളച്ചുകെട്ടൊന്നുമില്ലാതെ തന്നെ ഞാൻ പറയാം. സുകുമാരി വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അച്ഛനമ്മമാരുടെ അനുവാദം വാങ്ങാനാണ് ഞാൻ ഇന്നലെ വന്നത്. എന്നിട്ടൊന്നും ചോദിച്ചില്ലല്ലോ? അതിനു മുമ്പ് സുകുമാരിയുടെ ഇഷ്ടം അറിയണമല്ലോ എന്ന് തോന്നി. അതിനുവേണ്ടിയാണ് ഞാൻ സുകുമാരി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്നത്. പറയൂ, സുകുമാരിക്ക് എന്നെ ഇഷ്ടമാണോ? എന്താ ഒന്നും പറയാത്തത്? മൗനം സമ്മതമാണെന്ന് ധരിച്ചോട്ടെ. എന്തു പറയണമെന്ന് എനിക്കറിയില്ല. ഓൾ റൈറ്റ്, ഒന്നും പറയണ്ട. ശരി, ഞാൻ പോട്ടെ. ഇരിക്കൂ, ഒരു ഗ്ലാസ് കാപ്പ് കുടിച്ചിട്ട് പോ. നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടാൽ ആളുകൾ എന്ത് വിചാരിക്കും? ഇത് ഫാമിലി റൂമല്ലേ, ഇവിടെ ആരും വരില്ല. മാത്രമല്ല, വിവാഹം കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയല്ലേ ഇരിക്കുക? അതിന് വിവാഹം കഴിഞ്ഞില്ലല്ലോ. കഴിയും.
2 കോഫി. നീ എന്തിനാണ് എന്നെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നത്? എന്തിനാണെന്നോ? വാ, കാണിച്ചു തരാം. ഇതാണ് ഈ വർഷം അവാർഡ് കിട്ടിയ ചിത്രം. ഇത് നീയല്ലേ? കോപിഷ്ഠയായ സുന്ദരി, കോപിഷ്ഠയായ സുന്ദരി, കോപിഷ്ഠയായ സുന്ദരി, കോപിഷ്ഠയായ സുന്ദരി. എന്താ സ്വപ്നം കാണുകയാണോ? പറ, ഇത് നീ തന്നെയല്ലേ? അതെ. അപ്പോൾ ഈ വിശ്വനാഥൻ, ഞാനൊരു മോട്ടോർ സൈക്കിളുകാരനെ പറ്റി പറഞ്ഞിട്ടില്ലേ? അദ്ദേഹമാണ്. ശാലിനി, എനിക്കുടനെ അദ്ദേഹത്തെ കാണണം. എന്തിനാ? ഞാൻ നിമിത്തമാണ് അദ്ദേഹത്തിന് അപകടം സംഭവിച്ചത്. ശരി, വാ, നമുക്ക് തിരക്കാം.